Hello everyone, welcome to Expert Launch. നമ്മൾ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിൻ്റെ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് 4ാമത്തെ സെഷൻ ആവുന്നു. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സെഡിമെൻറ്റേഷൻ ആൻഡ് കോയാഗുലേഷൻ എന്ന ടോപ്പിക്കാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ 5 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങൾ ഓഫർ ചെയ്യുന്ന കോഴ്സസിനെ കുറച്ച് കാര്യങ്ങൾ പറയാം. കറൻ്റ്ലി ഞങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർക്ക് വേണ്ടിയുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 24 സബ്ജക്റ്റുകൾ അടങ്ങിയ ഒരു പാക്കേജാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റും ഇൻക്ലൂഡഡ് ആണ്. ഇതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ക്വിസസ് ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവുന്നതാണ്. അതിൻ്റെ കൂടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഉണ്ടാവുന്നതാണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർക്ക് വേണ്ടിയും ഞങ്ങൾ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് വെറും 8000 രൂപയ്ക്കാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സെഡിമെൻറ്റേഷൻ ആൻഡ് കോയാഗുലേഷൻ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രീ ട്രീറ്റ്മെൻറ്റ്, കോയാഗുലേഷൻ, ഫ്ലോക്കുലേഷൻ, സെഡിമെൻറ്റേഷൻ, ഫിൽട്രേഷൻ, ക്ലോറിനേഷൻ ആൻഡ് ദെൻ സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മളിപ്പോൾ പഠിക്കുന്നത് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ആണ്. അതായത് നമ്മുടെ സോഴ്സിൽ നിന്നും റിവേഴ്സോ ലേക്സോ അങ്ങനെയുള്ള സോഴ്സിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ടിരുന്ന വെള്ളം ചെറിയൊരു ട്രീറ്റ്മെൻറ്റ് നടത്തിയതിന് ശേഷം വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. ഇതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? പൊതുവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സെഡിമെൻറ്റേഷനും കോയാഗുലേഷനും ഫിൽട്രേഷനും ദെൻ ഡിസിൻഫെക്ഷനുമാണ്, അല്ലെങ്കിൽ ക്ലോറിനേഷനാണ്. ഇത് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് കൊടുക്കാനുള്ള വെള്ളമാണ്, വേസ്റ്റ് വാട്ടർ അല്ല. വേസ്റ്റ് വാട്ടറിൻ്റെ കേസിലാണ് നമ്മൾ കുറച്ചുകൂടെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സെഡിമെൻറ്റേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെഡിമെൻറ്റേഷന് മുൻപായിട്ട് കോയാഗുലേഷൻ, ഫ്ലോക്കുലേഷൻ കൊടുത്തിട്ടുണ്ട്. മിക്കവാറുമുള്ള കേസിൽ നമ്മുടെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ആദ്യം തന്നെ സെഡിമെൻറ്റേഷനാണ് വരുന്നത്. ബേസിക് ഇമ്പ്യൂരിറ്റീസ് മാത്രമേ കാണത്തുള്ളൂ, സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാനായിട്ട്. ചില കേസിൽ ഈ പറഞ്ഞ ഇമ്പ്യൂരിറ്റീസ് കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവാം. അതായത് സെറ്റിൽ ചെയ്യപ്പെടാത്ത സൊല്യൂഷനിൽ ഇങ്ങനെ സസ്പെൻഡഡ് ആയി കിടക്കുന്ന, അതായത് സിക്സാക് മോഷനിൽ എപ്പോഴും മൂവ്മെൻറ്റിലിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം സെറ്റിൽ ചെയ്യിക്കണമെങ്കിൽ നമുക്ക് കോയാഗുലേഷൻ കൂടെ നടത്തിയേ മതിയാവും. അതുകൊണ്ടാണ് സെഡിമെൻറ്റേഷന് മുൻപ് കോയാഗുലേഷൻ ഫ്ലോക്കുലേഷൻ്റെ പാർട്ട് കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം ഫിൽട്രേഷൻ നടത്തുന്നു. ഫിൽട്രേഷൻ നടത്തുമ്പോൾ ബയോളജിക്കലായിട്ടുള്ള ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടെങ്കിലും അതല്ലാതെ സെഡിമെൻറ്റേഷൻ വഴി റിമൂവ് ചെയ്യപ്പെടാത്ത സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസോ കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസോ ഒക്കെ ഉണ്ടെങ്കിലും ഫിൽട്രേഷൻ വഴി റിമൂവ്ഡ് ആയി പൊക്കോളും. അതിനുശേഷം ക്ലോറിനേഷനിൽ നമ്മൾ പാത്തജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട്. സെഡിമെൻറ്റേഷൻ എന്താണെന്ന് പറയുന്നതിന് മുൻപ് ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. പണ്ടുള്ള കാലങ്ങളിലാണെങ്കിൽ നമ്മൾ വെള്ളം കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട്, വെള്ളം ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഒരു ദിവസം വെച്ചിരുന്നിട്ടായിരിക്കും നമ്മൾ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന വെള്ളത്തിൽ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവാം. പൊടി, ചരൽ, മണ്ണ്, അങ്ങനെ പല തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവാം. ഇത് റിമൂവ് ചെയ്യാനായിട്ട് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്തിരുന്നത് ജസ്റ്റ് അതിനെ സ്റ്റാറ്റിക് ആക്കി ആ വെള്ളത്തിനെ ഒരു ദിവസം അനക്കാതെ വെച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഗ്രാവിറ്റിയുടെ എഫക്റ്റ് മൂലം വലിയ പാർട്ടിക്കിൾസ് പതിയെ സെറ്റിലാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ തെളിഞ്ഞ വെള്ളം കിട്ടും. അതുതന്നെയാണ് സെഡിമെൻറ്റേഷനും. സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യം തന്നെയാണ്. സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫസ്റ്റ് യൂണിറ്റ് പ്രോസസ് ഇൻ എ വാട്ടർ ട്രീറ്റ്മെൻറ്റ്. ഒരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിലെ ആദ്യത്തെ യൂണിറ്റ് പ്രോസസ്സാണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഈ സെഡിമെൻറ്റേഷൻ വഴി നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള പാർട്ടിക്കിൾസിനെയാണെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ചുകൂടെ സൈസ് കൂടിയ പാർട്ടിക്കിൾസാണ്, നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള പാർട്ടിക്കിൾസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ റൈറ്റ് ടോപ്പ് കോർണറിൽ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇമ്പ്യൂരിറ്റീസ് വന്ന് സെറ്റിൽ ചെയ്ത് ഇരിക്കുന്നത്. ഓക്കെ, സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.01 to 5 മൈക്രോമീറ്റർ ആണ് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിൻ്റെ സൈസ് വരുന്നത്.
ഇവിടെ രണ്ട് തരത്തിലുള്ള സെഡിമെൻറ്റേഷൻ സിസ്റ്റം ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അത്യാവശ്യം സൈസുള്ള ഇമ്പ്യൂരിറ്റീസ് ആണ്, സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ആണ് വെള്ളത്തിൽ ഉള്ളതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് നേരം വെച്ചിരുന്നാൽ തന്നെ അവർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം, ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കാരണം പതിയെ 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 സെറ്റിൽ ചെയ്യും. നാച്ചുറലായിട്ട് സെറ്റിൽ ചെയ്യും. ഇത് ചില കേസിൽ സെഡിമെൻറ്റേഷൻ വിത്ത് കൊയാഗുലേഷൻ യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരാം. ആ കേസിൽ എന്താണ്, നമ്മൾ ചില കൊയാഗുലൻസ് അല്ലെങ്കിൽ കെമിക്കൽസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇത് ആഡ് ചെയ്യേണ്ടത് ഏത് കേസിലാണെന്ന് വെച്ചാൽ കൊളോയിഡൽ സസ്പെൻഷൻ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ കൊളോയിഡ്സ് ഉള്ള വെള്ളത്തിലാണ് നമ്മൾ ഈ പറഞ്ഞ കൊയാഗുലൻസ് ആഡ് ചെയ്യേണ്ടി വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാക്കാൻ സാധിക്കും. കൊളോയിഡൽ സൊല്യൂഷൻ അല്ലെങ്കിൽ കൊളോയിഡൽ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊളോയിഡ്സ് എന്ന് പറഞ്ഞാൽ സസ്പെൻഡഡ് പാർട്ടിക്കിൾസിനേക്കാളും സൈസ് കുറച്ചുകൂടെ കുറഞ്ഞവരാണ്. അവരുടെ സൈസ് എന്ന് പറയുന്നത് ഒരു 1 മൈക്രോമീറ്ററോ അല്ലെ അതിൽ താഴെയോ ആണ് കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ചില കൊയാഗുലൻസ് ആഡ് ചെയ്തിട്ട് ഇവരുടെ സൈസ് കുറച്ച് കൂട്ടാം. അതായത് ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് കുറച്ച് കൂട്ടാം. സൈസ് കൂട്ടുന്നത് എങ്ങനെയാണ്? കൊയാഗുലൻറ്റും ഈ പറഞ്ഞ കൊളോയിഡ്സും എല്ലാം കൂടെ ഒരുമിച്ച്, പാർട്ടിക്കിൾസ് എല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഒരു അഗ്ലോമറേറ്റ് പോലെ ഫോം ചെയ്യും, ഒരു ഗ്രൂപ്പാവും. അങ്ങനെ ഗ്രൂപ്പായിട്ടൊരു ഫ്ലോക്കായി മാറും. അങ്ങനെയാണ് അവർ അപ്പോൾ അവരുടെ വെയിറ്റ് കൂടില്ലേ, സ്വാഭാവികമായിട്ട് വെയിറ്റ് കൂടി. അപ്പോൾ അവരെന്ത് ചെയ്യും, പതിയെ സെറ്റിലാവും. അങ്ങനെയാണ് സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കൊയാഗുലേഷനിൽ നമ്മൾ ചെയ്യുന്നത്. പ്ലെയിൻ സെഡിമെൻറ്റേഷൻ, ടൈപ്പ് 1 സെറ്റിലിംഗ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു പ്ലെയിൻ സെഡിമെൻറ്റേഷനിൽ എന്താ സംഭവിക്കുന്നത്? പാർട്ടിക്കിൾസ് എല്ലാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് കാരണം പതിയെ വന്ന് താഴേക്ക് അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ പാർട്ടിക്കിൾസിൻ്റെ പ്രത്യേകത, ദേ ഹാവ് സ്പെസിഫിക് ഗ്രാവിറ്റി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ. വെള്ളത്തിനേക്കാളും സ്പെസിഫിക് ഗ്രാവിറ്റി കൂടുതലായിരിക്കും ആ പാർട്ടിക്കിൾസിന്. അതുകൊണ്ടാണല്ലോ അവർ കുറച്ചുകൂടെ വെയിറ്റ് കൂടിയ പാർട്ടിക്കിൾസ് ആണ്. അവർ പതിയെ സെറ്റിൽ ചെയ്തോളും. ഇവിടെ ഒരു കണ്ടീഷനുണ്ട്. എന്താണ്? ടർബുലൻസും ഫ്ലോ വെലോസിറ്റിയും കൺട്രോൾഡ് ആയിരിക്കണം. അതായത് എന്താണ്, സ്റ്റാറ്റിക് ആയിട്ട് വെള്ളം അനക്കാതെ, ബീക്കറിൽ വെള്ളം അനക്കാതെ വെച്ചിരിക്കണമെന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഒരു സ്പെറിക്കൽ പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ, സെറ്റിൽ ചെയ്യുന്ന വെലോസിറ്റി, അവരൊരു പർട്ടിക്കുലർ വെലോസിറ്റിയിലായിരിക്കുമല്ലോ താഴേക്ക് വന്നടിയുന്നത്, കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ലോയാണ് സ്റ്റോക്സ് ലോ. വിസ്കസ് ഫ്ലോയിലാണ് വാലിഡ് ആയിട്ടുള്ളത്. അതുപോലെ പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ 0.1 മില്ലിമീറ്ററിലുമാണ് വാലിഡ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കേസ് എടുക്കാം, നമുക്കൊരു കേസ് നോക്കാം. ഒരു ബീക്കറിൽ കുറച്ച് വെള്ളമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പാർട്ടിക്കിൾസും ഉണ്ട്, സസ്പെൻഡഡ് ആയിട്ടുണ്ട്. ഇതാണ് പാർട്ടിക്കിൾ എന്ന് വിചാരിക്കുക. ഈ ഒരു പാർട്ടിക്കിൾ നമ്മൾ ഈ ഒരു ബീക്കർ അനക്കാതെ വെക്കുമ്പോൾ പാർട്ടിക്കിൾ പതിയെ താഴേക്ക് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കും, താഴേക്ക് വന്ന് അടിയും. അപ്പോൾ ഇത് താഴേക്ക് വരുന്ന ഒരു വെലോസിറ്റിയിലായിരിക്കും. ആൻഡ് ഇത് ഫൈനലി താഴേക്ക് ആ ബോട്ടത്തിലേക്ക് എത്തും തോറും ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആയിരിക്കും അറ്റൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ ആ ഒരു ടെർമിനൽ വെലോസിറ്റി അല്ലെങ്കിൽ ആ ഒരു സെറ്റിലിംഗ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. VS is equal to G into GS minus 1 into D square by 18 into nu. This is nu. ഇവിടെ എന്തൊക്കെയാണ് ഈ ഓരോ ലെറ്റേഴ്സ് നമുക്ക് നോക്കാം. GS is the specific gravity of the particle. D is the diameter of the particle settling. And this is nu. Nu is the kinematic viscosity. This is kinematic viscosity ആണ്. Kinematic viscosity ഉണ്ട്, and there is dynamic viscosity also there. Nu is the dynamic viscosity, and this is actually nu is the kinematic viscosity. Kinematic viscosity കിട്ടണമെങ്കിൽ ഫ്രം ഡൈനാമിക് ആണെങ്കിൽ നമ്മൾ mu by the density ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൈനമാറ്റിക് വിസ്കോസിറ്റി കിട്ടും. So dynamic by the density gives the kinematic viscosity. Now moving on to the types of sedimentation tank. Two types there are: quiescent or fill and draw type, continuous flow type. Quiescent or fill and draw type. ഇതിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. Quiescent or fill and draw type sedimentation tank. ഇതിൽ നമ്മുടെ ഇൻകമിങ് വാട്ടർ, ഒരു ഇൻലെറ്റ് ഉണ്ട്, ഇൻലെറ്റ് വിത്ത് വാൽവ്, ഇതിലേക്ക് വെള്ളം വരും.
എന്നിട്ട് ഇതിൽ വെള്ളം വരുമ്പോൾ ഈ വാൽവ് പിന്നെ ക്ലോസ് ചെയ്യും, വെള്ളം ഇതിൽ റീറ്റെയിൻ ചെയ്യും. കുറച്ച് നേരം കഴിയുമ്പോൾ അടുത്ത വാൽവ്, ഈ ഔട്ട്ലെറ്റ് വാൽവ് ഓപ്പൺ ചെയ്ത് വിടുമ്പോൾ വെള്ളം അതുവഴി പുറത്തേക്ക് പോകും. അപ്പോൾ ഇൻകമിങ് വാട്ടർ ഇസ് അലൗഡ് ടു റെസ്റ്റ് ഫോർ എ സർട്ടൺ ടൈം. ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് ആ ഒരു ഇൻകമിങ് വാട്ടർ അവിടെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഡിറ്റൻഷൻ പീരീഡ് പൊതുവെ 24 മണിക്കൂറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോൺസ്റ്റൻറ്റ് സപ്ലൈ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മിനിമം 3 യൂണിറ്റ് എങ്കിലും വേണം, ക്യുസൻ്റ് ഓർ ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പ് ടാങ്കിൽ. നെക്സ്റ്റ് വൺ ഇസ് കണ്ടിന്യൂസ് ടാങ്ക് ആണ്, കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് ടാങ്ക് ആണ്. കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് ടാങ്കിൽ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് ടാങ്ക് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് ടാങ്കിൽ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സിസ്റ്റത്തിനുള്ളിലേക്ക് വരും. കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അതുവഴി പുറത്തേക്ക് പോവുകയും ചെയ്യും. വാട്ടർ ഇസ് കണ്ടിന്യൂസ്ലി ഫ്ലോയിങ് ആണ് ഈ ഒരു കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് ടാങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ഈ ബോട്ടത്തിൽ വന്ന് സെറ്റിൽ ചെയ്യും ബിഫോർ ദേ ആർ റീച്ചിങ് ദി ഔട്ട്ലെറ്റ്. ഈ ഔട്ട്ലെറ്റിൽ എത്തുന്നതിന് മുൻപ് പതിയെ ഈ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് താഴേക്ക് വന്ന് അടിയുകയാണ് പതിവ്. 2 ടൈപ്പ് കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് ടാങ്ക് ഉണ്ട്, ഹൊറിസോണ്ടൽ ഫ്ലോ ടാങ്കും വെർട്ടിക്കൽ ഫ്ലോ ടാങ്കും. ഹൊറിസോണ്ടൽ ഫ്ലോ ടാങ്കിൻ്റെ പ്രത്യേകത, ദേ ആർ റെക്ടാങ്കുലർ ഇൻ ഷേപ്പ് ആൻഡ് ഹൂസ് ലെങ്ത് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ട്വൈസ് ഇറ്റ്സ് വിഡ്ത്ത്. And the maximum permissible velocity here it is 0.3 meter per second. This is in the case of horizontal flow tank. ഇനി നമ്മളിവിടെ horizontal discharge velocity ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. horizontal discharge velocity എന്ന് പറയുന്നത് ഈ ഒരു ടാങ്ക് ഇപ്പോൾ നിങ്ങൾ കൺസിഡർ ചെയ്താൽ ഈ ഒരു ഡയറക്ഷനാണ് മൂവ്മെൻറ്റ്, വെള്ളത്തിൻ്റെ മൂവ്മെൻ്റ് എന്ന് വിചാരിക്കുക. ഈ ഒരു സൈഡിൽ നിന്ന് വെള്ളം അകത്തേക്ക് വരുന്നു, ഈ ഒരു സൈഡിലൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിസ്ചാർജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു മൂവ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി, ഡിസ്ചാർജ് വെലോസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ദ കറസ്പോണ്ടിങ് ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ദിസ് ഏരിയ. ഈ ഏരിയയല്ലേ എടുക്കേണ്ടത്, കാരണം ഈ ഒരു ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ നമ്മുടെ വെലോസിറ്റി കമ്പോണൻ്റ് അല്ലെങ്കിൽ ഫ്ലോ നടക്കുന്നത്. അതെ, so this is the area to be considered, that is h into b. Discharge divided by area. Discharge divided by area നമുക്ക് എന്ത് കിട്ടും? Will you get velocity കിട്ടുമോ? ഡിസ്ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് divided by area, meter square. Then you will get meter per second. That is the unit of velocity. So നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും. ദെൻ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി ടൈം ഓഫ് ഹൊറിസോണ്ടൽ ഫ്ലോ. ഈ ഹൊറിസോണ്ടൽ ഫ്ലോയ്ക്ക് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ ഫ്ലോ എന്ന് പറയുമ്പം ദ ലെങ്ത് ട്രാവൽഡ് ഈസ് ദിസ് ലെങ്ത് എൽ ഡിവൈഡഡ് ബൈ വി ഡി. കാരണം ഡിസ്ചാർജ് വെലോസിറ്റി അല്ലേ എടുക്കേണ്ടത്, ഈ ഡയറക്ഷനുള്ള വെലോസിറ്റി വി ഡി. എൽ ബൈ വി ഡി we will get the time of horizontal flow. This is the horizontal direction. Horizontal direction ഉള്ള ഫ്ലോ കിട്ടണമെങ്കിൽ, ടൈം കിട്ടണമെങ്കിൽ L by VD. And time for falling through the distance h എന്ന് പറയുന്നത് ഈ ഹൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ വെള്ളം പാർട്ടിക്കിൾസ് താഴേക്ക് അടിഞ്ഞു കൂടണമെങ്കിൽ നമുക്ക് എടുക്കുന്ന സമയം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. ഈ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനായിട്ട് പാർട്ടിക്കിൾസ് എടുക്കേണ്ട സമയം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട വെലോസിറ്റി ഏതായിരിക്കും? ഡിസ്ചാർജ് വെലോസിറ്റിയാണ് എടുക്കുന്നത്. ഡിസ്ചാർജ് വെലോസിറ്റി ഈ ഡയറക്ഷനിൽ പോകുന്ന വെലോസിറ്റിയാണ്. ഈ ഡയറക്ഷനിൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യുന്ന വെലോസിറ്റി വേണ്ടേ അപ്പോൾ എടുക്കാൻ. അതുകൊണ്ടാണ് ഇവിടെ വി എസ് എടുത്തിരിക്കുന്നത്. സോ ദ ടൈം ഫോർ ഫോളിങ് ത്രൂ ദ ഡിസ്റ്റൻസ് h we have taken capital H by that height divided by settling velocity. Okay, then we have another equation, that is time of fall should be equal to time of horizontal flow. ഈ ഹൊറിസോണ്ടൽ ഫ്ലോയ്ക്ക് എടുക്കുന്ന സമയം തന്നെ ആയിരിക്കണം ആ ഒരു പാർട്ടിക്കിൾസ് സെറ്റിൽ ചെയ്യാൻ എടുക്കുന്ന സമയം. അങ്ങനെയാണ് നമുക്കിത് ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? we will get h by vs is equal to lbh by q, and finally we get vs is equal to q by lb. കറക്റ്റ് ആണോ എന്ന് നോക്കാം. സെറ്റിംഗ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിൽ പോകുന്ന അടിയുന്ന വെലോസിറ്റിയാണ്, അതായത് പാർട്ടിക്കിൾ അടിയുന്ന വെലോസിറ്റിയാണ്. അപ്പോൾ എടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഏത് ഏരിയ ആണ്? താഴത്തെ ഏരിയ ആണ്. താഴത്തെ ഏരിയ എന്ന് പറയുന്നത് എൽ ഇൻറ്റു ബി അല്ലേ? കണ്ടോ, എൽ ഇൻറ്റു ബി തന്നെ എടുത്തിരിക്കുന്നത് നമുക്ക്. അപ്പോൾ ഇക്വേഷൻ
കറക്റ്റ് ആണെന്ന്, ഈ ഒരു കണ്ടീഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. സോ സെറ്റിലിംഗ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു Q ബൈ L ഇൻറ്റു ബി. സോ സെറ്റിലിംഗ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് എടുക്കുന്നത്. പക്ഷേ ഡിസ്ചാർജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ടേക്ക് ദിസ് ഏരിയ H ഇൻറ്റു പി. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ എടുക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ. ഓക്കെ, നൗ ഇറ്റ് ഇസ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്ക് തന്നെയാണ്. ഇവിടെ 3 ഷേപ്പുകളിലുണ്ട്. റെക്ടാങ്കുലർ ടാങ്ക് വിത്ത് ഹൊറിസോണ്ടൽ ഫ്ലോ. ദിസ് ഇസ് എ റെക്ടാങ്കുലർ ടാങ്ക് വിത്ത് ഹൊറിസോണ്ടൽ ഫ്ലോയുടെ ഒരു ഡയഗ്രമാണ് ഇവിടെ കാണിച്ചത്. അതുപോലെ തന്നെ സർക്കുലർ ടാങ്ക് വിത്ത് റേഡിയൽ ഫ്ലോ ഉണ്ട്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഹോപ്പർ ടാങ്ക് വിത്ത് വെർട്ടിക്കൽ ഫ്ലോ. ഹോപ്പർ ഷേപ്പ് ആയിരിക്കും, ആ ഒരു ഹോപ്പർ ബോട്ടം ആയിരിക്കും ആ ഒരു ടാങ്കിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസൈൻ എലമെൻറ്റ്സ് ആണ്. ഡിസൈൻ എലമെൻറ്റ്സിൽ ഫസ്റ്റ് വൺ ആണ് ഓവർഫ്ലോ റേറ്റ് ഓർ സർഫസ് ലോഡിങ്, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ V0. ഓവർഫ്ലോ റേറ്റിന് മറ്റ് പേരുകളൊക്കെ ഉണ്ട്, അതെല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക. ഓവർഫ്ലോ റേറ്റ് ഒരു സർഫസ് ലോഡിങ് റേറ്റ് ഓർ സർഫസ് ഓവർഫ്ലോ വെലോസിറ്റി ഓർ ഓവർഫ്ലോ വെലോസിറ്റി. അപ്പോൾ എന്താണ് ഈ ഓവർഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്? That is the quantity of water passing per hour or per day per unit horizontal area. യൂണിറ്റ് ഹൊറിസോണ്ടൽ ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ അതുവഴി പാസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ എത്രയാണ്? ദാറ്റ് ക്യാൻ ബി ടേക്കൺ പെർ അവർ ഓർ പെർ ഡേ. ഇവ എടുക്കാവുന്നതാണ്. ദാറ്റ് ഇസ് Q ബൈ A. A is the horizontal area. ഹൊറിസോണ്ടൽ ഏരിയ ആണ് A. ഇവിടെ ഡെപ്തിന് കൺസിഡറേഷൻ ഇല്ല, നമ്മൾ ഹൊറിസോണ്ടൽ ഏരിയ എടുക്കുന്നത്. ഹൊറിസോണ്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ H കൺസിഡർ ചെയ്യാത്ത ഏരിയ, ദാറ്റ് മീൻസ് L ഇൻറ്റു ബി. ഓവർഫ്ലോ റേറ്റ് നമ്മൾ ജനറലി ദർ ഇസ് എ റേഞ്ച് 500 to 750 ലിറ്റർ പെർ അവർ പെർ മീറ്റർ സ്ക്വയർ ഓർ 10 to 20 മീറ്റർ ക്യൂബ് പെർ അവർ പെർ മീറ്റർ സ്ക്വയർ. ലിറ്ററിലുള്ളതും മീറ്റർ ക്യൂബിലുള്ളതും സെപ്പറേറ്റ് ആയിട്ട് ഓർത്തിരിക്കുക. മൂവിങ് ഓൺ ടു ദ ഡിറ്റൻഷൻ ടൈം. ഡിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത് നമ്മൾ കടത്തിവിടുന്ന എമൗണ്ട് ഓഫ് വാട്ടർ, ആ ഒരു വാട്ടർ എത്ര നേരം ഒരു ടാങ്കിൽ റീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു, that gives time for this particle to settle down അല്ലേ. അപ്പോൾ ഇവിടെ ഡിറ്റൻഷൻ ടൈം ഈസ് ദി തിയററ്റിക്കൽ ടൈം ടേക്കൺ ബൈ എ പാർട്ടിക്കിൾ ടു പാസ് ബിറ്റ്വീൻ ദ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് എ സെറ്റിലിംഗ് ടാങ്ക്. സെറ്റിലിംഗ് ടാങ്കിൻ്റെ എൻട്രി ആൻഡ് എക്സിറ്റിൻ്റെ ഇടയിലൂടെ പാസ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയമാണ് ഡിറ്റൻഷൻ ടൈം. We can calculate that by V by Q. Velocity by discharge gives the detention time. The detention period generally 4 to 8 hours. Then moving on to the flow velocity. Flow velocity എന്ന് പറയുന്നത് ഇൻലെറ്റ് മുതൽ ഔട്ട്ലെറ്റ് വരെ ഏത് സ്പീഡിലാണ് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുന്നത്, ദാറ്റ് ഇസ് ദ ഫ്ലോ വെലോസിറ്റി. ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ Q by B into H. So here we have taken B into H. That means ഏത് വെലോസിറ്റിയാണ്, ദാറ്റ് ഡിസ്ചാർജ് വെലോസിറ്റിയെ കുറിച്ച് തന്നെയാണ് ശരിക്കും പറയുന്നത്. ഫ്ലോ വെലോസിറ്റി ജനറലി ഫ്ലോ വെലോസിറ്റി ഈസ് 0.2 to 0.9 മീറ്റർ പെർ മിനിറ്റ്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ 0.3 മീറ്റർ പെർ മിനിറ്റ്. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ 0.3 മീറ്റർ പെർ മിനിറ്റ് ഓർത്തിരിക്കാവുന്നതാണ്. ഓക്കെ, നൗ ലെറ്റ് സ്റ്റഡി അബൌട്ട് ദ സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കോയാഗുലേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ചില കേസസിൽ പാർട്ടിക്കിൾസിന് വെറുതെ വെച്ചിരുന്നാൽ, അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് മൂലം മാത്രം പാർട്ടിക്കിൾസിന് താഴേക്ക് അടിഞ്ഞുകൂടാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കോയാഗുലേഷൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കൊളോയിഡൽ സസ്പെൻഷൻ ഉള്ള കേസസിലാണ്, കൊളോയിഡ്സ് ഉള്ള കേസസിലാണ് നമ്മൾ സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കോയാഗുലേഷൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഫിഗർ. ഇത് ശരിക്കും ഒരു കൊളോയിഡിനെ തന്നെയാണ് കാണിക്കുന്നത്. ഈ ഒരു ഗ്രീൻ കളറിലുള്ള പാർട്ട് ഉണ്ടല്ലോ, അത് കൊളോയിഡിനെയാണ് കാണിക്കുന്നത്. കൊളോയിഡ് എന്ന് പറയുന്നത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ഇറ്റ് ക്യാൻ ബി എ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഓർ എ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആവാം. അപ്പോൾ ഈ കൺസിഡർ ഇതിനെ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൊളോയിഡൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതിലൊരു സോൾവെൻറ്റും കാണത്തില്ലേ? ഒരു സോൾവെൻറ്റും കാണും. കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് പാർട്ട് അടങ്ങുന്ന, രണ്ട് ഫേസ് ഉള്ളതാണ് കൊളോയിഡൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേഴ്സിങ് മീഡിയം ഉണ്ട്. അപ്പോൾ ഒരു മീഡിയം ഉണ്ട്, ആ ഒരു സോൾവെൻ്റ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഈ സോൾവെൻറ്റിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കൊളോയിഡിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് വന്ന് അട്രാക്ട് ചെയ്യപ്പെടും, അതിനെ പൊതിയും.
ഡ്യൂ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. രണ്ടും ഓപ്പോസിറ്റ്ലി ചാർജ് പാർട്ടിക്കിൾസ് അല്ലേ, അപ്പോൾ അവർ ഒരുമിച്ച് ചേരും, അട്രാക്റ്റഡ് ആവും. അപ്പോൾ ഈ ഒരു ലെയറിനെ നമ്മൾ സ്റ്റേൺ ലെയർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഫിക്സഡ് സ്റ്റേൺ ലെയർ എന്നും വിളിക്കാറുണ്ട്, ഫിക്സഡ് സ്റ്റേൺ ലെയർ. ഇനി ഇതിൻ്റെ പുറത്ത് ഇതിനും പുറമെ ഉണ്ടാവുന്ന ഒരു ലെയറാണ് ഡിഫ്യൂസ്ഡ് ലെയർ. ഈ ഡിഫ്യൂസ്ഡ് ലെയറിൽ പോസിറ്റീവ് ചാർജും ഉണ്ടാവാം, നെഗറ്റീവ് ചാർജും ഉണ്ടാവാം. കാരണം ഈ ഒരു കൊളോയിഡ് പോസിറ്റീവ് ആണെങ്കിൽ അത് ഹൈലി പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആണെങ്കിൽ ഹൈലി നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ചാർജ് ഇവിടെ ആയിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആയി നിൽക്കുന്നത് അല്ലേ, ഈ ഒരു പോർഷനിലായിരിക്കും കൂടുതൽ ചാർജ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ചാർജ് പാർട്ടിക്കിളിൽ നിന്ന് ദൂരെ പോകുന്തോറും ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ലെയറിൽ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉള്ളത്. പോസിറ്റീവ് ചാർജ് ഈസ് ഡ്യൂ ടു ദി ആക്ഷൻ ഓഫ് ദിസ് നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ്. അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും നിൽക്കുന്നതുകൊണ്ടാണ് ഇവിടെ ചില പോസിറ്റീവ് ചാർജ് ഉള്ളത്. ഈ നെഗറ്റീവ് ചാർജ് ഈസ് ഡ്യൂ ടു ദിസ് ലെയർ. ഈ ലെയറിൽ പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഇടയ്ക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു മിക്സഡ് ലെയർ ഉണ്ടായിരിക്കുന്നത്. ഒരു മിക്സഡ് ലെയർ ആണ് ഈ ഒരു ഡിഫ്യൂസ് ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ രണ്ടും കൂടെ ഒരു 2 ലെയർ ഉണ്ടായിട്ടുണ്ടല്ലേ. സോ ദിസ് ഈസ് വി കോൾ ഇലക്ട്രിക്കൽ ബൈലെയർ അല്ലെങ്കിൽ ഡബിൾ ലെയർ എന്ന് പറയാറുണ്ട്. ഒരു കൊളോയിഡിന് ചുറ്റും ഒരു ഇലക്ട്രിക്കൽ ബൈലെയർ അല്ലെ ഡബിൾ ലെയർ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ലെയർ ഫോർമേഷൻ ഉണ്ടാവുന്നതുകൊണ്ട് ഇവിടെ ചാർജസ് ഉണ്ടാവുന്നതുകൊണ്ടാണ് ലെയർ ഫോർമേഷൻ ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ ചാർജസ് ഉണ്ടാവുന്നതുകൊണ്ട് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സീറ്റ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി സീറ്റ എന്നാണ്, സീറ്റ EZETA എന്നാണ് ശരിക്കും സീറ്റ പൊട്ടൻഷ്യൽ. ഈ സീറ്റ പൊട്ടൻഷ്യൽ വാല്യൂ സർഫസിൽ നിന്ന് മൂവ് ചെയ്യുന്നതോറും കുറഞ്ഞാണ് വരുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ടാവും, പിന്നെ ഇവിടെ ഉണ്ടാവും, പിന്നെ ഇവിടെ ഏറ്റവും കുറവായിരിക്കും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഒരുപാട് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇല്ല. അപ്പം ഞാൻ ആഡ് ചെയ്തുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ പറന്ന് കിടക്കുകയാണ് സോൾവെൻറ്റിൽ ഇങ്ങനെ സെറ്റിൽ ചെയ്യപ്പെടാതെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ സൈസ് കൂട്ടി വലിയൊരു ഫ്ലോക്ക് ആക്കി മാറ്റുക. അല്ലെങ്കിൽ അതിൻ്റെ സൈസ് വെയിറ്റ് കൂട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് കാരണം സെറ്റിലായിക്കോളും. അപ്പം അങ്ങനെ വെയിറ്റ് കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലിനെയാണ് നമ്മൾ കോയാഗുലൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെരി ഫൈൻ ആയിട്ടുള്ള സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസിനെയും കൊളോയിഡൽ പാർട്ടിക്കിൾസിനെയും ഒക്കെ റിമൂവ് ചെയ്യാൻ നമുക്ക് കോയാഗുലൻ്റ് ആഡ് ചെയ്യാം. അപ്പോൾ കോയാഗുലൻ്റ് ആഡ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഈ ലെയർ ഉണ്ടല്ലോ, ഇലക്ട്രിക്കൽ ബൈലെയർ ബ്രേക്ക് ആവുക ചെയ്യുന്നത്. ബ്രേക്കായിട്ട് ഈ കോയാഗുലൻ്റ് കൊളോയിഡ്സിനെ ഒരു അഗ്ലോമറേറ്റ് ആയിട്ട് ഉണ്ടാക്കും. അതായത് ഒരു ഗ്രൂപ്പാക്കും, ഒരു ഫ്ലോക്ക് ആക്കിയിട്ട് അതിൻ്റെ വെയിറ്റ് കൂടും, സ്വാഭാവികമായിട്ട് സെറ്റിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് 3 സ്റ്റെപ്പുകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഈസ് അഡീഷൻ ഓഫ് ദ മെഷേർഡ് ക്വാണ്ടിറ്റി ഓഫ് കോയാഗുലൻറ്റ് ആൻഡ് ദെയർ ത്രോ മിക്സിങ്. നമ്മൾ എത്രത്തോളം കോയാഗുലൻ്റ് ഇവിടെ ആഡ് ചെയ്യണമെന്നുള്ളത് നമുക്ക് അറിയുണ്ടാവില്ല കേട്ടോ. അത് നമ്മൾ ഒരു പർട്ടിക്കുലർ ടെസ്റ്റ് വഴിയാണ് കണ്ടുപിടിക്കുന്നത്. അത് നിങ്ങൾ ബിടെക്കിൽ പഠിച്ചു കാണും, ജാർ ടെസ്റ്റ്. ഒപ്റ്റിമം ഡോസേജ് ഓഫ് കോയാഗുലൻ്റ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നത് ജാർ ടെസ്റ്റാണ്. എത്ര ക്വാണ്ടിറ്റി നമ്മൾ കോയാഗുലൻ്റ് കറക്റ്റായിട്ട് ആഡ് ചെയ്യണം ടു അലോ ദി ഫ്ലോക്ക് ഫോർമേഷൻ ആൻഡ് അലോ ഫർദർ സെറ്റിലിംഗ് അതിന് വേണ്ടിയാണ് നമ്മൾ ജാർ ടെസ്റ്റ് ചെയ്യുന്നത്. ജാർ ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എത്രത്തോളം എമൗണ്ട് ഓഫ് കോയാഗുലൻ്റ് ആഡ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം തറോ മിക്സിംഗ് നടത്തുന്നു. ആ സമയത്ത് എന്തുണ്ടാവും, ദർ ഈസ് ഒരു ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. ദർ ഈസ് എ ഫോർമേഷൻ ഓഫ് ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ്. ഈ ജെലാറ്റിനസ് പ്രസിപ്പിറ്റേറ്റ് കോയാഗുലേറ്റ് ചെയ്യും കൊളോയിഡ്സിനെ എല്ലാം കൂടെ ഒരുമിച്ചാക്കി ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്ലോക്ക് ആക്കി മാറ്റും, ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റും. അപ്പോൾ സൈസ് കൂടും, വെയിറ്റ് കൂടും, ഫർദർ സെഡിമെൻറ്റേഷൻ നടക്കും. ഇങ്ങനെയാണ് സെഡിമെൻറ്റേഷൻ എയ്ഡഡ് വിത്ത് കോയാഗുലേഷൻ നടക്കുന്നത്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കോയാഗുലൻസ് ആണ് അലുമിനിയം സൾഫേറ്റ് ഓർ ആലം, ഫെറസ് സൾഫേറ്റ് ഓർ കോപ്രാസ്, ക്ലോറിനേറ്റഡ് കോപ്രാസ്, സോഡിയം അലുമിനേറ്റ്. ഇവയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന കോയാഗുലൻ്റ്. ഇനി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു യൂണിവേഴ്സൽ കോയാഗുലൻറ്റിനെ നെയിം ചെയ്യുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നെയിം എ യൂണിവേഴ്സൽ കോയാഗുലൻറ്റ്. അലുമിനിയം സൾഫേറ്റ് ഓർ ആലമാണ് യൂണിവേഴ്സൽ കോയാഗുലൻറ്റ്. അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകത, ദേ വർക്ക് ബിറ്റ്വീൻ ദ pH റേഞ്ച് ഓഫ് 6.5 to 8.5 ആണ് ഇവർ വർക്ക് ചെയ്യുന്ന ഒരു pH റേഞ്ച്.
ഇവർ സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണെങ്കിലാണ് കുറച്ചുകൂടെ എഫിഷ്യൻസി കൂടുതൽ കാണിക്കുന്നത്. സ്ലൈറ്റ്ലി ആൽക്കലൈൻ ആണെങ്കിൽ ആലം കുറച്ചുകൂടെ എഫിഷ്യൻസി കാണിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ഇത് ആലമാണ്. ആലം നമ്മൾ ആഡ് ചെയ്തു. ആലം ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ pH ഡിക്രീസ് ആവാനുള്ള സാധ്യതയുണ്ട്. വെള്ളത്തിൻ്റെ pH ഡിക്രീസ്ഡ് ആവും ആലം ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അതുകൊണ്ട് തന്നെ pH കുറയുമ്പോൾ ആസിഡിക് pHൽ എന്ത് സംഭവിക്കും? ഡിസിൻഫെക്ഷൻ്റെ പ്രോപ്പർട്ടിയും കൂടെ കാണിക്കാൻ പറ്റും. pH കുറയുമ്പോൾ ആസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിന് ചെറിയ രീതിയിൽ ഡിസിൻഫെക്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, ക്ലെൻസിങ് പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ മിക്സ് ഉണ്ടാവുന്നുണ്ട്. ദെൻ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. ദിസ് ഈസ് എ precipitate formed. അപ്പോൾ ഈ ഒരു അസിഡിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നതുകൊണ്ട് ആഫ്റ്റർ ദി റിയാക്ഷൻ ചെറിയൊരു ഡിസിൻഫെക്റ്റിംഗ് പ്രോപ്പർട്ടിയും നമ്മുടെ ആലത്തിനുണ്ട്. നമ്മുടെ ആലത്തിൻ്റെ ഫോമുല ഒന്ന് നോട്ട് ചെയ്യുക. L2SO4 thrice.18H2O ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഫെറസ് സൾഫേറ്റ് ഓർ കോപ്പറാസ്. ഫെറസ് സൾഫേറ്റ് ഓർ കോപ്പറാസിൻ്റെ ഒരു പ്രത്യേകത, ഇവർ വെള്ളത്തിൻ്റെ pH 8.5 എബോവ് ആണെങ്കിൽ, കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഇസ് 9.5 ആണ്. 9.5 അതിൽ കൂടുതലോ ആണെങ്കിലാണ് പിന്നെ ഫെറസ് സൾഫേറ്റ് അല്ലെങ്കിൽ കോപ്പറാസ് നല്ലപോലെ വർക്ക് ചെയ്യുന്നത്. ഇവർ ആലത്തിനേക്കാളും ചീപ്പറായിട്ടാണ് കണ്ടുവരുന്നത്. ഓക്കെ, ഈ ഫെറസ് സൾഫേറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കളേർഡ് വാട്ടറിൻ്റെ കൂടെ റിയാക്ട് ചെയ്യാറില്ല പൊതുവെ. ദേ ഡോണ്ട് റിയാക്ട് വിത്ത് കളേർഡ് വാട്ടർ, ഫെറസ് സൾഫേറ്റ് ഓർ കോപ്പറാസ്. ഓക്കെ, then moving on to the next one, that is chlorinated copperas. Chlorinated copperas വർക്ക് ചെയ്യുന്നത് 6.5 pH താഴെയും 8.5 pH മുകളിലുമാണ്. നമ്മൾ ആലത്തിൻ്റെ കേസ് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? 6.5 8.5 ഇടയ്ക്ക്. അപ്പോൾ അതിൻ്റെ അതർ സൈഡ് എടുത്താൽ പോരെ. ലെസ് ദാൻ 6.5 ഗ്രേറ്റർ ദാൻ 8.5 ആണ് നമ്മുടെ ഫെറിക് ക്ലോറൈഡ് ഓർ ഫെറിക് സൾഫൈഡ്. ദാറ്റ് മീൻസ് ദർ ക്ലോറിനേറ്റഡ് കോപ്പറാസ് വർക്ക് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് സോഡിയം അലുമിനേറ്റ്. സോഡിയം അലുമിനേറ്റ് എന്ന് പറയുന്നത് ഈ ഇപ്പോൾ പറഞ്ഞതിലെല്ലാം തന്നെ കൺസിഡർ ചെയ്യുമ്പോൾ സോഡിയം അലുമിനേറ്റ് ആണ് കോസ്റ്റ്ലിയർ, എക്സ്പെൻസീവ് ആണ് സോഡിയം അലുമിനേറ്റ്. ഓക്കെ, ഇത് നമ്മൾ എക്സ്പെരിമെൻ്റൽ പർപ്പസിന് വേണ്ടിയൊക്കെയാണ് ഈ സോഡിയം അലുമിനേറ്റ് യൂസ് ചെയ്യാറ്. അല്ലാതെ നമ്മുടെ പബ്ലിക് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ പൊതുവേ യൂസ് ചെയ്യാറില്ല, എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെയാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ജാർ ടെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒപ്റ്റിമം ഡോസേജ് ഓഫ് കൊയാഗുലൻ്റ്, എത്രത്തോളമാണ് ഒരു ഒപ്റ്റിമം ഡോസായിട്ട് നമ്മൾ കൊയാഗുലൻറ്റിൻ്റെ എത്രത്തോളമാണ് ആഡ് ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ജാർ ടെസ്റ്റ്. ജാർ ടെസ്റ്റ് നിങ്ങൾ ബിടെക് ലാബിൽ S7 ചെയ്തിട്ടുണ്ടാവും, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ലാബിൽ, മോണിറ്ററിംഗ് ലാബിൽ ചെയ്തിട്ടുണ്ടാവും. 6 ജാറുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു, 1 ലിറ്റർ കപ്പാസിറ്റി. അപ്പോൾ അതിൽ ഓരോന്നിലും നമ്മൾ ആലമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കൊയാഗുലൻ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും, ഓരോന്നിലും ആഡ് ചെയ്ത് കൊടുക്കും, ഓരോ ജാറിലും ആഡ് ചെയ്ത് കൊടുക്കും. ആൻഡ് നമ്മളൊരു പർട്ടിക്കുലർ റൊട്ടേഷൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കും, അതായത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിനെല്ലാം തൊറോ മിക്സിങ്ങും ഏർപ്പെടുത്തും. അതിന് ശേഷം നമ്മൾ നോക്കും ഏത് ജാറിലാണ് പിന്നെ ലീസ്റ്റ് എമൗണ്ട് ഓഫ് കൊയാഗുലൻ്റ് യൂസ് ചെയ്തിട്ട് നല്ല ഫ്ലോക്ക് ഉണ്ടായത്, ഗുഡ് ഫ്ലോക്ക് ഉണ്ടായത് ഏത് ജാറിലാണ് വിത്ത് ലീസ്റ്റ് എമൗണ്ട് ഓഫ് കൊയാഗുലൻ്റ്. അപ്പോൾ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവിടെ 12 mg/L യൂസ് ചെയ്തപ്പോഴാണ് നമുക്ക് വളരെ കുറഞ്ഞ ടർബിഡിറ്റിയിലേക്ക് വന്നത്. ടർബിഡിറ്റി റിമൈനിങ് ആണ് ഇവിടെ. അപ്പോൾ കുറഞ്ഞ ടർബിഡിറ്റിയിലേക്ക് വന്നു. ദാറ്റ് മീൻസ് നല്ല രീതിയിൽ ഫ്ലോക്ക് ഫോർമേഷൻ ഉണ്ടായി നമുക്ക് മനസ്സിലാവും. അപ്പോൾ 12 ആണ് നമ്മുടെ ഒപ്റ്റിമം ഡോസ് ഓഫ് കൊയാഗുലൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഫിഗർ അനുസരിച്ച്. ഇത് നമുക്ക് ജാർ ടെസ്റ്റിൽ നിന്നും കണ്ടുപിടിക്കാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സെഡിമെൻറ്റേഷൻ കൊയാഗുലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 5 ക്വസ്റ്റ്യൻസ് കൂടെ വർക്കൗട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദി ലോ ഈസ് ആപ്ലിക്കബിൾ ഫോർ സെഡിമെൻറ്റേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് പാർട്ടിക്കിൾ ഇൻ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ. പ്ലെയിൻ സെഡിമെൻറ്റേഷനിൽ ഡിസ്ക്രീറ്റ് പാർട്ടിക്കിളിൻ്റെ സെറ്റിലിങ്ങിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ഏതാണ്? ഇത് എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 KSEC ലിമിറ്റഡിൽ 2014 ചോദിച്ച ഒരു ചോദ്യമാണ്. നമ്മുടെ ആൻസർ എന്ത് വരും? നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഏതാണ് നമ്മുടെ ലോ? ദാറ്റ് ഇസ് സ്റ്റോക്സ് ലോ. സ്റ്റോക്സ് ലോയെ കുറിച്ച് നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്
Coagulants are used when turbidity of the water is more than. Coagulants യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഐ മീൻ വെള്ളത്തിൻ്റെ ടെർബിഡിറ്റി എത്ര എമൗണ്ടിൽ കൂടുമ്പോഴാണ്? ഇത് അസിസ്റ്റന്റ് എഞ്ചിനീയർ KSRTCയിൽ ചോദിച്ചൊരു ചോദ്യമാണ് 2013. കോയാഗുലൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെൻ ദ ടർബിഡിറ്റി എക്സീഡ്സ് 50 ppm ആണ്. 50 ppmലും കൂടുമ്പോഴാണ് നമ്മൾ കോയാഗുലൻസ് യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യമാണ് ഫസ്റ്റ് സ്റ്റേജ് ഓൺ വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഇസ്. ദ അസിസ്റ്റന്റ് എഞ്ചിനീയർ KSHB 2010 ചോദിച്ചൊരു ചോദ്യമാണ്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഏതാണ്? സെഡിമെൻറ്റേഷൻ, ഫിൽട്രേഷൻ, ഡിസിൻഫെക്ഷൻ, കോയാഗുലേഷൻ ആൻഡ് മിക്സിംഗ്. ശരിക്കും നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട്, അതായത് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് സെഡിമെൻറ്റേഷൻ തന്നെയാണ്. ഇനി ഒരുപാട് കൊളോയിഡൽ ഇമ്പ്യൂരിറ്റീസും വെരി ഫൈൻ ആയിട്ടുള്ള സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസും ഉണ്ടെങ്കിലാണ് നമ്മൾ കോയാഗുലേഷൻ കം മിക്സിങ്ങിലേക്ക് പോവുക. അല്ലാത്ത കേസിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും സെഡിമെൻറ്റേഷൻ തന്നെയാണ്. Our next question is, for a flow of 5.7 million liters per day MLD and retention time of 2 hours, the surface area of rectangular sedimentation tank to remove all particles having settling velocity of 0.33 millimeter per second. ഇവിടെ ചോദിച്ചിരിക്കുന്ന സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ്. We have the discharge, time and the velocity we have. So ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് യൂണിറ്റ് നോക്കി ചെയ്യാൻ പറ്റും. ഇവിടെ എന്തൊക്കെയുണ്ട്? വി ഹാവ് ഡിസ്ചാർജ്. ഡിസ്ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് ഡിസ്ചാർജിൻ്റെ യൂണിറ്റ്. ആൻഡ് വെലോസിറ്റി യൂണിറ്റ് ഇസ് മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ്. And we have detention time too. അപ്പോൾ ഇവിടെ ഈ ഒരു ഡിസ്ചാർജിനെ വെലോസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് സർഫസ് ഏരിയ. ഏരിയ കിട്ടുകയല്ലേ ചെയ്യുന്നത്. യൂണിറ്റ് എല്ലാം കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് നോക്കാം. ഇവിടെ മില്യൺ ലിറ്റേഴ്സ് പെർ ഡേയിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് എൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. 20 മീറ്റർ സ്ക്വയർ, 100 മീറ്റർ സ്ക്വയർ, 200 മീറ്റർ സ്ക്വയർ ആൻഡ് 400 മീറ്റർ സ്ക്വയർ. ആൻസർ ഏത് വരുന്നു നമുക്ക് നോക്കാം. ഇവിടെ 5.7 ആയിരുന്നു നമ്മുടെ ഡിസ്ചാർജ്. അതിനെ നമ്മൾ MLD ആണ്, മില്യൺ ലിറ്റേഴ്സ് ആണ്. സോ മില്യൺ ലിറ്റേഴ്സ് ആകുമ്പോൾ ഇൻറ്റു 10⁻⁶ അതിനെ നമ്മൾ മീറ്റർ ക്യൂബിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ഡേ ആയിരുന്നു ക്വസ്റ്റ്യനിൽ. മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ. ഡേ നമ്മൾ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഡേയിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 24 × 60 × 60 that is 3600 ഡിവൈഡഡ് ബൈ വെലോസിറ്റി ചെയ്താലല്ലേ നമുക്ക് സർഫസ് ഏരിയ കിട്ടുള്ളൂ. കണ്ടോ, യൂണിറ്റ് കട്ട് ചെയ്ത് കളയുന്ന നോക്കിയേ. സെക്കൻഡ് പോയി, മീറ്റർ സ്ക്വയർ പോയി, മീറ്റർ സ്ക്വയർ കിട്ടി. യൂണിറ്റ് വൈസ് കറക്റ്റ് ആണ്. അപ്പോൾ വി വിൽ ഗെറ്റ് സർഫസ് ഏരിയ. ദിസ് ഈസ് 0.33 മില്ലിമീറ്റർ ആയിരുന്നു. നിങ്ങൾ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു ആൻസറിലേക്ക് നോക്കാൻ. മില്ലിമീറ്റർ ആണ്. മില്ലിമീറ്റർ ആകുമ്പോൾ എങ്ങനെയാണ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും? ഇൻറ്റു 10⁻⁻3. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 200 മീറ്റർ സ്ക്വയർ. കഴിഞ്ഞൊരു ചോദ്യം ഗേറ്റ് 1998 ചോദിച്ചതാണ്. ഈ ഒരു ചോദ്യം ഗേറ്റ് 2014 സെറ്റ് 2 ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: എ സസ്പെൻഷൻ ഓഫ് സാൻഡ് ലൈക്ക് പാർട്ടിക്കിൾസ് ഇൻ വാട്ടർ with particles of diameter 0.1 mm and below is flowing into a settling tank at 0.1 meter cube per second. Assume G equal to 9.81 meter per second square. Specific gravity of the particle is equal to 2.65 and the kinematic viscosity of the water is 1.0105 into 10⁻⁻2 centimeter square per second. The minimum surface area in meter square required for the settling tank to remove particles of size 0.06 mm and above with 100% efficiency is. ഇത് ഗേറ്റിൻ്റെ ചോദ്യമാണ്. എന്നിരുന്നാലും ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ വളരെയധികം മാറി വരികയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഗേറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. ഇവിടെ എന്താണ് ചോദ്യം? ചോദ്യം
നമ്മുടെ സെറ്റിലിംഗ് ടാങ്ക് ഉണ്ട്. ഇറ്റ് ഹാസ് എ ഡിസ്ചാർജ് 0.1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിസ്ചാർജ് ഉണ്ട്. നിങ്ങളെല്ലാം നോട്ട് ചെയ്യണം, എന്തൊക്കെയാണ് ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നോട്ട് ചെയ്യണം. ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, പാർട്ടിക്കിൾ സൈസ് തന്നിട്ടുണ്ട്, ദെൻ കൈനമാറ്റിക് വിസ്കോസിറ്റി തന്നിട്ടുണ്ട്, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാണ് ചോദ്യം. ആൻഡ് settling tank to remove a particle size of 0.06 mm and above with 100% efficiency. 100% efficiency ഓടുകൂടി 0.06 mm പാർട്ടിക്കിൾ സൈസിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു സെറ്റിലിംഗ് ടാങ്ക് ആണ്. അപ്പോൾ അതിൻ്റെ സർഫസ് ഏരിയ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മളുടെ വെലോസിറ്റി തന്നിട്ടുണ്ടോ? വെലോസിറ്റി തന്നിട്ടില്ല. വി ഹാവ് ഡിസ്ചാർജ് വെലോസിറ്റി ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ഏരിയ കിട്ടുമെന്ന് അറിയാം. അപ്പോൾ ഇവിടെ വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ? ഉണ്ട്. കൈനമാറ്റിക് വിസ്കോസിറ്റി എല്ലാം തന്നിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് സ്റ്റോക്സ് ലോ അപ്ലൈ ചെയ്യാൻ ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു കേസിൽ അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം സെറ്റിലിംഗ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. GS-1 × G × d² / 18 × ന്യൂ. ഇവിടെ കൈനമാറ്റിക് വിസ്കോസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി എല്ലാം തന്നെ തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഓഫ് ദി പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യേണ്ടത് 0.06 mm ആണ്. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 100% എഫിഷ്യൻസി 0.06 mm പാർട്ടിക്കിൾസിൻ്റെ എൻഷ്യൂർ ചെയ്യാനായിട്ട് എത്രത്തോളമാണ് സർഫസ് ഏരിയ വരേണ്ടതെന്നാണ് ചോദ്യം. അപ്പോൾ അതാണ് പാർട്ടിക്കിൾ സൈസ് അവിടെ എടുക്കേണ്ടത്. 0.06 ഇൻറ്റു കൺവേർഷനാണ് മീറ്ററിലേക്ക്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സെറ്റിലിംഗ് വെലോസിറ്റി ഈ ഒരു വാല്യൂ കിട്ടും. ആൻഡ് അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയയാണ്, സർഫസ് ഏരിയയാണ്. യു ഹാവ് ദി ഡിസ്ചാർജ് Q. ഡിസ്ചാർജ് 0.1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ വെലോസിറ്റി വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ് വരുന്നത്. മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിവൈഡ് ബൈ മീറ്റർ പെർ സെക്കൻഡ് യു വിൽ ഗെറ്റ് മീറ്റർ സ്ക്വയർ. ദാറ്റ് മീൻസ് ഡിസ്ചാർജ് ബൈ വെലോസിറ്റി യു വിൽ ഗെറ്റ് ഏരിയ. സോ ഈ ഒരു ക്വസ്റ്റിനോട് കൂടി നമ്മുടെ ഈ ഒരു സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു ടോപ്പിക്ക് സെഡിമെൻറ്റേഷൻ കോയാഗുലേഷൻ ടോപ്പിക്ക് എല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വരുന്ന സെഷനിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് പല എക്സാമുകളിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ഞങ്ങൾ ഇതിന് ഇൻക്ലൂഡ് ചെയ്തിട്ട് സെഷൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.